ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ലാലേട്ടൻ എങ്ങനെ വണ്ണം കുറച്ചെന്ന് അറിയോ? ജിമ്മിൽ പോയിട്ട് മാത്രമല്ല, ലാലേട്ടൻ്റെ വർക്കൗട്ടിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതി ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. പിഴിഞ്ഞ് ചാറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. ഒരു 7 വർക്കൗട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. അത് 7 വർക്കൗട്ട് നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുക. ഫസ്റ്റായിട്ട് റോപ്പ് ക്രഷ് ചെയ്യുക, ഇതുപോലെ 25 സെക്കൻഡ്സ്, അതായത് 25 കൗണ്ട്. ട്വൻറ്റി സെറ്റ്സ് കൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ 20 സെറ്റ്സ് ജമ്പിങ് ജാക്സ് ചെയ്യുക, റോപ്പ് എടുത്തുകൊണ്ട് തന്നെ. എല്ലാ വർക്കൗട്ടും റോപ്പിലാട്ടോ, നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാ വർക്കൗട്ടും റോപ്പിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, ഇത് ജിമ്മിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് സീറോ എക്യുപ്മെൻറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് വേറെ മെത്തേഡ്, ഇത് വേറെ മെത്തേഡ്. അപ്പോൾ നിങ്ങളിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. ഇത് നമ്മൾ ജസ്റ്റ് റോപ്പ് വെച്ചിട്ട് 7 എക്സസൈസ് ചെയ്യണം. അത് നമ്മളെ പിഴിഞ്ഞ് ചാറെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തേടാട്ടോ. നേരത്തെ സിംഗിൾ ആമായിരുന്നെങ്കിൽ ഇത് ഡബിളായിട്ട് ചെയ്യണത്. വീണ്ടും 20 കൗണ്ടിൽ ഒരു സിംഗിൾ സെറ്റ്. ഇങ്ങനത്തെ ഒരു 7 വർക്കൗട്ടുണ്ട്. ആ 7 വർക്കൗട്ട് ഒരു 4 സെറ്റ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ മതി. നിങ്ങൾ ഹെവി കാർഡിയോണ് ചെയ്യണത്. നിങ്ങളുടെ ബോഡിയിൽ ഒരു മാസം കൊണ്ട് 3-3.5 കിലോ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഫോർത്ത് ഐറ്റം. ഇതുപോലെ തന്നെ 20 കൗണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് കുറയുകയോ അല്ലെങ്കിൽ സ്പോട്ട് ഡിഡക്ഷനോ നിങ്ങൾക്ക് സംഭവമില്ല. പ്രോപ്പറായിട്ടൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വർക്കൗട്ട് പ്ലാൻ ചെയ്യുക. ഡെയിലി ജിമ്മ് ഹിറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലിരുന്നെങ്കിലും നിങ്ങൾ ആ ഒരു കാലോറി ബേൺ ചെയ്യാനുള്ളത് നോക്കുക. ദെൻ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡും കുറച്ച് സ്ട്രോങ് ആവും, അതുപോലെ ബോഡിയും കുറച്ച് സ്ട്രോങ് ആവും. അപ്പോൾ നെക്സ്റ്റ് 5th വർക്കൗട്ട് ഇതാണ്, ഇരുന്നുകൊണ്ട് റോപ്പ് ക്രഷ് ചെയ്യുക. സോ ഇത് 6th വർക്കൗട്ട്. 2 സൈഡിലേക്കും റോപ്പിനെ പുഷ് ചെയ്യുക. ഇച്ചിരി ടഫായിട്ട് ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു രക്ഷയിലുണ്ടോ, ശ്വാസം മുട്ടും. പ്രത്യേകിച്ച് നമ്മുടെ റിബ്സിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തോന്നും. പക്ഷേ അതൊന്നും വകവയ്ക്കാണ്ട് ചെയ്യുക. ഞാൻ ഓൾമോസ്റ്റ് ജിമ്മിൽ ഹിറ്റ് ചെയ്യുമ്പോൾ 92 kg ആയിരുന്നു. ഇപ്പം ഞാൻ 86 കിലോ ആണ്. അതായത് എൻ്റെ ഒരു 6 കിലോ അടുത്ത് കുറഞ്ഞുണ്ട്. ഞാൻ പ്യുവർലി ഹെവി വർക്കൗട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് നല്ല രീതിയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും, പ്ലസ് നമുക്ക് മസിൽസ് വേണം. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. പക്ഷേ മസിൽസിന് മാത്രം ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുള്ളൂ. കാർഡിയോ എന്നുള്ള സാധനം ഞാൻ ചെയ്യാറുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പോപ്പി തന്നെ കൊണ്ട് ഫുൾ ബോഡി കാർഡിയോ ചെയ്യിക്കാന്ന് പറഞ്ഞത്. ഞാൻ അവസ്ഥ എത്തി. എൻ്റെ 7ാമത്തെ വർക്കൗട്ടും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ പിടച്ച് വീണു. അപ്പോൾ ഈ 7 വർക്കൗട്ട് ചേർന്ന ഒരു സിംഗിൾ സെറ്റ് 20 കൗണ്ട് വെച്ചിട്ടുള്ള ഒരു സിംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ എത്ര ടൈം കൊണ്ട് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് ആലോചിക്കുക. ഒന്ന് നോക്കുക. നോക്കിയിട്ട് ആ സെയിം വർക്കൗട്ട് നമ്മുടെ സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. മിനിമം ഒരു 4 സെറ്റെങ്കിലും ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും അന്നത്തെ ദിവസത്തെ നമ്മൾ കഴിച്ചത് എല്ലാം അവിടെ തീരും. എന്താ സുഖം, ആശാനായി ഇങ്ങനെയാണോ? കഷ്ടപ്പെടുന്നു, അത് നോക്കി എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഒരു 20 മിനിറ്റ്സ് ത്രെഡ്മില്ലിൽ നടന്നും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിക്ക് വർക്കൗട്ടായി. ഇന്ന് ശനിയാഴ്ച, അപ്പോൾ ഇന്ന് ഇത്ര വർക്കൗട്ടുള്ളൂ. ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. സോ ഗൈസ്, നിങ്ങൾ ഗോകുൽ രാജിനെ മാത്രം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ കാണുക. അതല്ല, നമ്മളെപ്പോലെ ചെറിയ വ്ളോഗേഴ്സിനെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അടിക്കുക. ഇതൊന്നും അടിച്ചില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ കേട്ടോ. ലവ് യു ആൻഡ് ബൈ ഗൈസ്.